അയ്യോ, നൗഷാദ് സംഘടനയിൽ നിന്ന് പോയിട്ട് നൗഷാദിനെ പഠിപ്പിച്ചത് ആരാ എന്ന് മുജാഹിദിന്റെ നേതാവ് പറയുന്നുണ്ട്. അതൊന്ന് കേട്ടോ കാണി, ആരാ പഠിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ നൗഷാദ് ഹസനിയോട് ചോദിക്കുക. നൗഷാദ് ഹസനി ഇപ്പൊ വേദികളിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, നൗഷാദിനെ പഠിപ്പിച്ചു കൊടുത്തത് ഞങ്ങളാണ് നൗഷാദിനെ പഠിപ്പിച്ചു കൊടുത്തത്. കേട്ടില്ല ഞങ്ങള്? വഹാബിസത്തേക്ക് പോയിട്ട് ഈ നൗഷാദിനെ ആദ്യം ഈ വഹാബീസം പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് ഞങ്ങളാണ് എന്ന് മുജാഹിദിന്റെ നേതാവാ പറയണത്. ഇവൻ ഈ മുജാഹിദുകാരൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വേദി പങ്കെടുത്തിരുന്ന ആളാ. അപ്പുറത്ത് പിന്നെ മുജാഹിദുകാരന് ഇപ്പുറത്ത് സുന്നിയായിട്ട് അന്ന് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഈ 2012 ശേഷം സംഘടനയിൽ നിന്ന് പോയിട്ട് പിന്നെ ഇത് പഠിപ്പിച്ചു കൊടുത്ത ഇവരാണ്. അത് ഒരു പറയുന്നു, ഓരാ പറയുന്നത്, പഠിപ്പിച്ചു കൊടുത്ത ആൾക്കാരാണ് പറയുന്നത്. എന്താ ചെയ്യുക? അപ്പോൾ വഹാബി അയക്കണം. ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അയാൾ ഊന്നിപ്പറഞ്ഞത്. ഒന്ന്, ഞങ്ങൾ അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് അയാൾ ഊന്നിപ്പറഞ്ഞത് എന്ന് പറഞ്ഞത് ആരാ? പേരോട് ഉസ്താദിനെയാണ് പോയി പറയുന്നത് കേട്ടോ. പേരോട് ഉസ്താദിനെയാണ് ഈ പറയുന്നത്. അങ്ങനെ ഒരു വലിയന്റെ ഒരു ആലിമിന്റെ സംസാരം അവരറിയാതെ പിടിച്ചെടുത്ത് ആളുകളിലേക്ക് എത്തിക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. ആ പറഞ്ഞത് സത്യം തന്നെയാണ് നൗഷാദേ. ആ ഒരു സ്വഭാവം ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് ഉണ്ടായിരുന്നില്ല. അത് ഇജ്ജാണ് കൊടുന്നത്. സത്യത്തിൽ തുടങ്ങി വെച്ച ഇജ്ജാണ്. ഇജ്ജിങ്ങനെ കാളമ്പാടി സ്ഥാനും ആലിക്കുട്ടി സ്ഥാനും പിന്നെ അതുപോലെ തന്നെ ആനക്കര കോയക്കുട്ടി സ്ഥാപനം ഇതുപോലത്തെ വലിയ 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 മൂല്യന്മാരെ നോക്കിയാണ്ട് വിളിക്കുക, എന്നിട്ട് റെക്കോർഡാക്കുക. എന്നിട്ട് അത് ഇവിടെ ഇങ്ങനെ പ്രചരിപ്പിച്ചിരുന്നു. അതിന് സംശയമൊന്നുമില്ല. അത് ഇവിടെ ഇങ്ങനെ പ്രചരിപ്പിച്ചിരുന്നു. ഇങ്ങനെ കുറേ ആൾക്കാരെ ഏൽപ്പിക്കുകയും ചെയ്തിനും പ്രചരിപ്പിക്കാൻ വേണ്ടി. അതാണിപ്പോ കണ്ണിയത്ത് ഉസ്താദിന്റെ കഥ പറയുന്നത്. കണ്ണിയത്ത് ഉസ്താദിനോട് സംസാരിക്കാൻ പോയപ്പോൾ അത് റെക്കോർഡ് ചെയ്യാൻ പേരോട് അനുവദിച്ചില്ല എന്നാണ്. കള്ളത്തരം പറയാണ്. അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഉറപ്പ്. അത് ഇജ്ജല്ലേ പൊന്നാര നൗഷാദ്, ഇജ്ജല്ല, എൻ്റെ കുരുവട്ടൂരല്ല മൗലാന പേരോട് ഉസ്താദ്. അതൊക്കെ ഓപ്പനാടെ റെക്കോർഡ് ചെയ്തേക്കാനേ. റെക്കോർഡ് ചെയ്യേണ്ടത് റെക്കോർഡ് ചെയ്തേക്കും. അല്ല വർത്താനം തൊള്ള തുറക്കണമൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് കൊണ്ടെടുക്കാൻ എൻ്റെ മാതിരി. കണ്ണിയത്ത് ഉസ്താദിനായിട്ട് അവിടെ പോയാണ്ട് വർത്താനം പറയേണ്ടത് റെക്കോർഡ് ചെയ്യേണ്ടതല്ല. അവിടെ റെക്കോർഡ് ചെയ്തിട്ടില്ല. കാരണം തൊള്ള തുറക്കണേനൊക്കെ റെക്കോർഡാക്കി കൊണ്ടെടുക്കാം. എന്തെന്നെ നമ്മളെ കൂറ്റനാട് KV ഉസ്താദിനെ കുറിച്ച് പറഞ്ഞപ്പോ ഇദ്ദേഹം പറയുന്നുണ്ട്, അന്ന് കൂറ്റനാട് പറഞ്ഞത് ഇന്നും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അന്ന് അപ്പൊ അതിനാണ് പേരോട് ഉസ്താദ് എന്ന് പറയുന്നത്. അന്ന് കൂറ്റനാട് പറഞ്ഞത് സൂക്ഷിച്ചു വെക്കല് പേരോട് ഉസ്താദിന്റെ നിർബന്ധമാണ്. അത് പേരോട് ഉസ്താദ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ പേരോട് ഉസ്താദ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിനെന്താ പ്രശ്നം? എന്നിട്ട് എന്താ കള്ളാച്ചി പറയണേ? എൻ്റെ ഇപ്പം എനിക്ക് എൻ്റെ പ്രസംഗ മാറ്ററുകൾ കഴിഞ്ഞിട്ട് നേരെ പറയുമ്പോ പിടിച്ചെടുത്തതാ. അതേപോലെ ഷഹർ മുബാറക്ക് വിവാദം നടക്കുമ്പോ വയസ്സ് ചെയ്യുന്ന പണ്ഡിതന്മാരുടെ ഫോണിലേക്ക് വിളിച്ച് ക്ലിപ്പാക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ദത്തുപുത്രനെ പ്രത്യേകം ഏൽപ്പിച്ചത് സാക്ഷാൽ പേരോട് സഖാഫിയാണ്. അത് പച്ച നോണ. അതിനെനിക്ക് തെളിയിക്കാൻ കഴിയുമോ? അതെനിക്ക് തെളിയിക്കാൻ കഴിയുമോ? പേരോട് ഉസ്താദാണ് അങ്ങനെ പിന്നെ വലിയ വലിയ പ്രായം ചെന്ന ആലിമീങ്ങൾക്ക് വിളിച്ചു കാണ്ട് റെക്കോർഡാക്കാൻ പറഞ്ഞു എന്നുള്ളത്. അതിൻ്റെ സാക്ഷാൽ നൗഷാദ് കാട്ടുവളപ്പിൽ കാട്ടുകള്ളനായ നൗഷാദാണ് അപ്പണി ചെയ്തത്. ദത്തുപുത്രനായ ജിഷാൻ മാഹിയെ എന്ത് ചെയ്തത്? ഏൽപ്പിച്ചത്. അന്ന് ദത്തുപുത്രൻ എൻ്റെ സ്വന്തം ആളായിരുന്നല്ലോ. എൻ്റെ സ്വന്തം ആളായിരുന്നു. എൻ്റെ ചങ്കും ആയിരുന്നല്ലോ. എൻ്റെ സ്വന്തം ആളായിരുന്നു. എൻ്റെ എല്ലാമായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തിരുന്നു? പിന്നെ റെക്കോർഡ് ചെയ്യിപ്പിച്ചിരുന്നു അല്ലേ? എന്നിട്ട് ഇത് റെക്കോർഡ് ചെയ്യിപ്പിച്ചിരുന്നു. ഇത് എൻ്റെ വലയ്ക്ക് പേരോട് ഉസ്താദിനെ കുറേ നോക്കി കുറേ റെക്കോർഡ് ചെയ്തത് ജിഷാൻമായി കേരളക്കരയിലുള്ള പണ്ഡിതന്മാർക്ക് ഓരോ വയലുമുണ്ടും ഓരോ അത്തറും കുപ്പിയും കൊടുന്നു കൊടുത്തുകാണ്ട് എന്ത് ചെയ്തു? എല്ലാ പണ്ഡിതന്മാരെയും കയ്യിലാക്കി ഓരോ പണ്ഡിതന്മാർക്കും ഫോൺ ചെയ്യുമ്പോൾ ഓൻ്റെ ആളെന്നെ ഈ പാവത്തങ്ങൾ നിഷ്കളങ്ക മനസ്സിലുള്ള ആൾക്കാരല്ലേ പണ്ഡിതന്മാർ. ഇവരെന്ത് ചെയ്യും? ഓൻ ചോദിക്കണതിനനുസരിച്ച് അങ്ങനെ മറുപടി പറയും. ഇത് ഈ ഹംകായ ഏതോ ഗ്രഹണം പിടിച്ച നേരത്തെ പറ്റച്ച് ഉണ്ടാക്കി തീർത്ത കെണിയാണെന്നുള്ള ഓർക്കറിയില്ലല്ലോ. അങ്ങനെ എന്നിട്ട് എന്ത് ചെയ്യും? ഈ ജിഷാൻമായി റെക്കോർഡ് ചെയ്തിട്ട് അതൊക്കെ ഈ ഹംക്കിന് അയച്ചു കൊടുക്കും, നൗഷാദിന് അയച്ചു കൊടുക്കും.
എന്നിട്ട് നൗഷാദ് ആദ്യമായിട്ട് ഇങ്ങനെ കേരളത്തിൻ്റെ ഒരു തല മുതൽ മറ്റേ തല വരെ ഷെയർ മുബാറക്കിൻ്റെ വിഷയവുമായി കൊണ്ട് ഓടുക. പേരോട് ഉസ്താദ് മണ്ട എങ്ങനെ ചോദിച്ചാൽ അതിന് നിൽക്കണ്ടറിയും. അപ്പോൾ ഇടയ്ക്ക് പേരോട് ഉസ്താദ് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒരു പ്രസംഗത്തിൻ്റെ അവിടെ ഇന്നൊരു വിഷയമുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രസംഗത്തിൻ്റെ വിഷയത്തിൽ ചിലപ്പോൾ ചില ക്ലിപ്പുകൾ ഇട്ട് കൊടുക്കേണ്ടി വരും. ആ ഇട്ട് കൊടുക്കുന്നത് അത് ഇവൻ്റെ അടുത്ത് നിന്നാണ് കിട്ടണത്. ആരുടെ അടുത്തുനിന്ന്? ഈ പറയപ്പെട്ട കാട്ടുകള്ളനായ കാട്ടുവളപ്പിലെ നൗഷാദിൻ്റെ കയ്യിൽ നിന്നാണ് ഈ റെക്കോർഡ് കിട്ടുന്നത്. ഈ റെക്കോർഡ് നൗഷാദിനാണ് വിട്ടുകൊടുക്കുന്നത്. ആര്? ഈ പറയപ്പെട്ട ദത്തുപുത്രനായ എങ്ങായി. എന്നിട്ട് പോപ്പ് കടന്നിങ്ങനെ മരിച്ച. നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് ഉഷാറായിട്ട് വഞ്ചന നടത്താത്ത ആളാന്നൊന്നും പറഞ്ഞാൽ നാട്ടേര് വിടൂല നിങ്ങളെ. നിങ്ങൾ വഞ്ചന നടത്താത്ത ആളാണെന്നുണ്ടെങ്കിൽ നാട്ടുകാർ വിടൂല. നിങ്ങളിതൊന്നും വിളിക്കണ്ട. ഇജ് എന്ത് ചെയ്താൽ മതി? പിന്നെ ഇജിന്ന് തന്നെ വിളിച്ചാൽ മതി. നിങ്ങളിതൊന്നും വിളിക്കണ്ട. പേരോട് ഉസ്താനെ നിങ്ങളിതൊന്നും വിളിക്കണ്ട. ഇജ് തന്നെ വിളിച്ചാൽ മതി. ഇജ് വഞ്ചന നടത്താത്ത ആളാണെന്ന് പറഞ്ഞാൽ എന്നെ വിടൂല. അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. ഇജ് ബഹുമാനിക്കണ്ടേ? എൻ്റെ ബഹുമാനോട് ആവശ്യമില്ല. അതുകൊണ്ടാണ് നിങ്ങളൊന്നും വിളിക്കണ്ട. പിന്നെ പേരോട് ഉസ്താദ് വഞ്ചന നടത്തുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് കേരളക്കരയിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, ലോകത്ത് ജീവിച്ചിരിപ്പുള്ള മുഴുവൻ അഖിലു സുന്നത്തിൻ്റെ വൽ ജമാഅത്തിൻ്റെ മക്കൾക്ക് അറിയാം. ഉസ്താദിന് ആശീർവാദം നൽകിയ 4 സുന്നി ആശയക്കാരും, ഇ കെ വിഭാഗമാവട്ടെ, എ പി വിഭാഗമാവട്ടെ, സംസ്ഥാനമാവട്ടെ, ദക്ഷിണ കേരളയാവട്ടെ, ഈ 4 ടീമുമാണല്ലോ ഇപ്പോൾ ഇവിടെ കേരളക്കരയിൽ സുന്നത്ത് ജമാഅത്തുകൊണ്ട് കൈകാര്യം ചെയ്യുന്നത്. ഈ 4 ടീമും ആശീർവദിച്ച ഒരു പണ്ഡിതനാണ്, മഹാപണ്ഡിതനാണ് പേരോട് ഉസ്താദ്. അതിനെങ്ങനെ ഒരു ത്വരീക്കത്ത് അതല്ലെങ്കിൽ ഷെയ്ഖ് എന്ന് പറഞ്ഞുകാണ്ട് എന്നെപ്പോലെ 3 കള്ളന്മാർ വന്നുകാണ്ട് പറയലുകൊണ്ട് ഒന്നും സംഭവിക്കൂല. വല്ലാഹി സത്യം. ഖിയാമത്ത് നാൾ വരെ ഇജിങ്ങനെ ഒച്ചമുളിട്ട് കൊണ്ട് നടന്നിട്ടും ഒരു കാര്യമല്ല നടക്കൂല. അന്ന് കാളമ്പാടി ഉസ്താദ്, അതുപോലെയുള്ള വലിയ അന്നത്തെ വയസ്സ് ചെന്ന ഉസ്താദുമാർ, അവര് നിഷ്കളങ്കരല്ലേ? എടക്കള്ള, ആ കാളമ്പാടി ഉസ്താദിനെ വിളിച്ചു പറ്റിച്ചത് ആരാ? ഈ ജിഷാനെ കൊണ്ട് വിളിപ്പിച്ചത് ആരാ? ജിഷാൻ തന്നെ പറയും അപ്പുറത്തെ ഗ്രൂപ്പിൽ ഇത് കേട്ടാൽ. എൻ്റെ ഈ വർത്താനം കേട്ടാൽ ജിഷാനെ കൊണ്ട് വിളിപ്പിച്ചത് ആരാന്ന് ജിഷാൻ തന്നെ പറയും. എൻ്റെ ഫോണിലേക്ക് ഇവൻ വിളിക്കും, ഇയാളാണ് ഈ മാഹിക്കാരനെ വളർത്തിയത്, എന്നോട് തന്നെ അവനോട് സംസാരിക്കണം എന്ന് പറഞ്ഞെന്നത് ഈ പേരോട് സഖാഫിയാണ്. അത്രയും വലിയ വളർത്തുപുത്രനാണ്. കള്ളത്തൊരീക്കത്ത് പോയി കാണ്ടേ കൊഞ്ഞനം കുത്തിയിട്ട് കാര്യമല്ല നൗഷാദെ. അത് എന്നോട് ജിഷാനോട് എന്നോടെന്തെല്ലാം പറഞ്ഞു തന്നിരുന്നു, എനിക്കെന്തെല്ലാം ഉപദേശം തന്നിരുന്നു, ഇത് സ്വീകരിച്ചില്ലല്ലോ. അതുകൊണ്ട് അന്നല്ല എൻ്റെ തറവാട് മൊത്തം അറിയുവാണെങ്കിൽ അത് വേറെ വിഷയം. പക്ഷെ എൻ്റെ തറവാട്ടുകാർ നമ്മളൊപ്പാണെന്നുള്ളൂ. എന്നിട്ട് ഈ ഫോൺ ചെയ്യിപ്പിക്കുമെന്ന് മാത്രമല്ല, ആ കാലത്ത് ഇവൻ വിളിച്ച ഫോൺ കോളുകൾ അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പ്രധാന ഭാഗങ്ങൾ. അതൊക്കെ എൻ്റെ പൊട്ടന്മാരോട് പറഞ്ഞാൽ മതി. പൊന്നാര നൗഷാദെ, ഇജി പറയുന്നതൊന്നും ഞങ്ങളെ നേതാക്കന്മാരാരും കേൾക്കുന്നില്ല, അതിന് മറുപടിക്കും വരില്ല. അത് ഞങ്ങളെ നേതാക്കന്മാരെന്നല്ല, സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരു പണ്ഡിതന്മാരും അതിന് മറുപടിക്ക് വരില്ല. കാരണം എന്താ? അന്നെ എഴുതി തള്ളിയതാണ്. ഇജ്ജ് എവിടെ വന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, എന്നെ എഴുതി തള്ളിയതാണ്. പക്ഷെ എന്നെ കൊണ്ട് വേറൊരു നേട്ടമുണ്ടായി. ഇത് പേരോട് ഉസ്താദിൻ്റെ സിറാജുൽ ഹുദയിലേക്ക് കുട്ടികളെ ചേർക്കരുതേ, കാന്തപുരം വിഭാഗത്തിൻ്റെ കോളേജിലേക്ക് കുട്ടികളെ ചേർക്കരുതേ എന്ന് പറഞ്ഞു നോക്കുമ്പോൾ അവിടെ കുട്ടികൾ കൂടി. അതിപ്പോൾ എന്നെ കൊണ്ട് കിട്ടിയൊരു നേട്ടമാണ്, കുട്ടികൾ കൂടി. പക്ഷെ ഇനി വേറൊരു വിഷയമുണ്ട്, അതിലേക്ക് പിരിവുണ്ടാക്കി തരേണ്ടി വരും. കാരണം കുട്ടികൾ കൂടിയതുകൊണ്ട് തിന്നാൻ കൊടുക്കും വേണം ഞങ്ങൾക്ക്. ഇങ്ങനെ ആട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾ കൂടിപ്പോയി. സിറാജുൽ ഹുദയിലൊക്കെ എത്രങ്ങാനും കുട്ടികളെ വന്നത് അറിയാം. അങ്ങനെ ഓരോ കോളേജിലും കണ്ടമാനം കുട്ടികൾ വന്നു. അപ്പം ഇനിയിപ്പോൾ കുട്ടികൾ വന്നതുകൊണ്ട് ഇനി എൻ്റെ പിന്നെ ഇതിന് പിരിവുണ്ടാക്കി തരേണ്ടി വരും. അങ്ങനെയും ചെയ്യേണ്ടി വരും. അങ്ങനെ ഇതാണ് ഇപ്പോൾ ഇത്ര ഉണ്ടാക്കിയത്. കുട്ടികളെ കണ്ട എൻ്റെ ഈ വാക്ക് കാരണം കുട്ടികൾ കയറി. അത് അന്നെ ആരും സ്വീകരിക്കൂല നൗഷാദെ. അത് കേട്ട പേരോട് സ്ഥാനം പറയണത്. ഇതില്ല, ഇപ്രാവശ്യം വലിയ സങ്കടം. ഇന്ന് ഞാൻ ഒരു കുട്ടീനെ നമ്മുടെ സിറാജുൽ ഹുദയിൽ ചേർക്കാൻ വേണ്ടിയിട്ട്, ഒരു റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സജീവ പ്രവർത്തകൻ, സാധു മനുഷ്യനാണ്. അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ മകനെ വിളിച്ചിട്ട് ഞാൻ വോയിസ് ഇട്ടു, വോയിസിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ റെക്കമെൻഡ് ഒന്നും ചെയ്യില്ല, പക്ഷേ ഇതിന് നിർബന്ധമായിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റും. അങ്ങനെ പിന്നീട് ഓനെ ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ കണ്ടു.
അത് കൊടുത്തിനോന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ ഇവനെന്നോട് തന്നെ പാപ്പ 30 കുട്ടികളെ നമുക്കിപ്പോൾ എടുക്കാൻ കഴിയുക. ആ 30 കുട്ടികളെ എടുക്കുന്നതിന് 32 റെക്കമെൻഡ് ഉണ്ട്. അപ്പം 450 കുട്ടികളാണ് അഡ്മിഷന് വേണ്ടിയിട്ട് സിറാജുൽ ഹുദയിൽ വന്ന്. എന്താ കാര്യം? സിറാജുൽ ഹുദയിൽ ഒറ്റ കുട്ടീനെ പറഞ്ഞേക്കണ്ടെന്ന് കുറച്ചാൾ പ്രസംഗിച്ച്. ഞാൻ പറയുന്നത് ഇവരെ സ്ഥാപനത്തിൽ ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചോളണം. KNM മദ്രസയിൽ ചേർക്കുന്നതിനേക്കാൾ അപകടമാണ് കുറ്റ്യാടിയിലെ സിറാജുൽ ഹുദയിൽ ചേർക്കൽ. അതുകൊണ്ട് ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ അഡ്മിഷൻ ഇങ്ങനെ വർദ്ധിക്കുക, കുട്ടികളിങ്ങനെ വരിക. ബേജാറെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം തന്നെ 90 ലക്ഷം റുപ്യാണ് ഒരു മാസത്തിൽ ചെലവഴിക്കാൻ. അപ്പം ഇതിനിങ്ങനെ ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ചിലവിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങളെല്ലാം തിരഞ്ഞു തരും, അതേ ഇപ്പോൾ പ്രശ്നമുള്ളൂ. അതുകൊണ്ട് വിദേശത്തുള്ളവർ നാട്ടിലുള്ളവരൊക്കെ നല്ല സംഭാവന കൊടുത്ത് സഹായിച്ചാലേ സിറാജുൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഞാനിവിടെ മുമ്പ് പ്രസംഗിക്കുന്ന സമയത്ത് അന്നാകെ മാസത്തിൽ ചെറിയ പൈസ ഉണ്ടായാൽ മതിയാവുന്നു സിറാജുൽ നടത്താൻ. ഇപ്പോൾ ഒന്നും മതിയാവില്ല. സിറാജുൽ കാണാത്തവർക്ക് കാണാൻ വരണം. അള്ളാഹുവിനെ നമ്മളെല്ലാവരെയും സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. കണ്ടില്ലേ ജി, എന്നെ കൊണ്ട് കിട്ടിയ നേട്ടാണത്. നല്ല നേട്ടം, അൽഹംദുലില്ലാ. അങ്ങനെ പ്രസംഗിക്കേ. കാരണം സിറാജുൽ ഹുദയിൽ ആരും കൊണ്ടുപോയി ചേർക്കരുതേ എന്ന് പറഞ്ഞപ്പോൾ അവിടെ കണ്ടമാനം കുട്ടികൾ വന്ന് ചേർന്നു. ഇനി പൈറ്റങ്ങൾക്ക് തിന്നാൻ കൊടുക്കാനും പിന്നെ ഐറ്റങ്ങൾക്കുള്ള വസ്ത്രവും കാര്യങ്ങളും ഉണ്ടാക്കണമെങ്കിൽ ഇനി വീണ്ടും പേരോട് ഉസ്താദ് ഇനിയും കഴിഞ്ഞ റമദാനിന് പോയല്ലോ ദുബായിക്ക്. അന്നതുപോലെ ഇനിയിപ്പോൾ അടുത്ത റമദാനിൻ്റെ മുമ്പ് ഇനിയും പോകേണ്ടി വരികയാണ്. കാരണം നിങ്ങളെ കൊണ്ടുണ്ടായ നേട്ടമാണത്. അതാണ് പറഞ്ഞത്. അപ്പോൾ അൽഹംദുലില്ലാ എന്നെ കൊണ്ട് അങ്ങനെ ഒരു നേട്ടം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ചെലവിനാണ് വലിയ ചെറിയൊരു പ്രശ്നം. അതും ഉണ്ടാക്കി കൊടുക്കാൻ നോക്കേണ്ടി വരും. ഏതായാലും അന്നാരും